ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു പയനിറവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് എൻ്റേതായ രീതിയിൽ ഞാൻ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളൊരു സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു പയനിറവാണ്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം ഒരു പാൻ എടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് അതുപോലെ നന്നായി ചൂടാക്കിയെടുക്കുക. അത് നന്നായി ഒന്ന് നെയ്യ് ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് 1.5 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് നിങ്ങളുടെ ഉണ്ടാക്കുന്ന അളവിനനുസരിച്ച് ഇതാക്കുക. ഞാൻ ഇപ്പോൾ ഇവിടെ 3 പഴത്തിനാണ് 1.5 കപ്പ് തേങ്ങ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയിട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായി ഒന്ന് കളറ് മാറി വരുമ്പോൾ, ജസ്റ്റ് ഒന്ന് കളറ് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പഞ്ചസാര ഇപ്പോൾ നമ്മൾ എടുക്കുന്ന പഴത്തിൻ്റെ ഇതുപോലെ ഇരിക്കട്ടെ. പഴം നല്ല പഴുപ്പുള്ളതും ഓവർ അലിഞ്ഞതും ആണെങ്കിൽ കുറഞ്ഞ മധുരം മതിയാവും. ഇപ്പോൾ ഇതിൻ്റെ പഴം അധികം പഴുത്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് നന്നായി മിക്സ് ചെയ്ത് ഇപ്പോൾ പഞ്ചസാരയൊക്കെ പിടിച്ച് വരുമ്പോൾ ഒന്ന് കളർ മാറി കിട്ടില്ല. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഈ ഒരു 1.5 കപ്പിന് ഞാൻ ഒരു കോഴിമുട്ടയാണ് യൂസ് ചെയ്തത്. ഇപ്പോൾ മുട്ടയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ മുട്ട യൂസ് ചെയ്യേണ്ട. അഥവാ മുട്ടയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു 2 മുട്ടയ്ക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതാണ് കൂടുതലൊരു ടേസ്റ്റ് കിട്ടും അതിന്. ഇത് നന്നായി അതിലേക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഞാൻ ഇപ്പോൾ ഇവിടെ കടലപ്പരിപ്പ്, കുറച്ച് ഏലക്കയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സാധാരണ കശുവണ്ടിയൊക്കെയാണ് ഇട്ട് കൊടുക്കാറ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്യാം. ഇപ്പം ഞാനിവിടെ വീട്ടിലുണ്ടായതുകൊണ്ട് ഞാനിതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായി മിക്സ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കും. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായ സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി ഇതിനായിട്ടുള്ള ബാറ്റർ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാൻ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ശേഷം ഇതിലേക്ക് ആ ഒരു കപ്പിൽ തന്നെ ഒരു 1/2 കപ്പ് വെള്ളം, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നല്ല തിക്ക് ബാറ്ററാണ് വേണ്ടത്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഒരു നുള്ളു ഉപ്പ് അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് മൈദ നമുക്ക് മധുരമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടല്ലോ, ഈ ഒരു തിക്കിലാണ് നമുക്ക് ബാറ്റർ വേണ്ടത്. നല്ല തിക്കിൽ വേണം, അപ്പോഴേ അതൊന്ന് നന്നായി കവർ ചെയ്ത് നിൽക്കുള്ളൂ. അപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പഴത്തിൻ്റെ നടുക്ക് ഇതുപോലെ ചെറുതായിട്ട് കീറി കൊടുക്കാം. അതിനുശേഷം അപ്പോൾ പഴത്തിൻ്റെ ഉള്ളിലുണ്ടാവില്ല ഈ ഒരു അരിയൊക്കെ, ആ ഒരു അരി കളഞ്ഞതിന് ശേഷം നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഈ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായി നിറച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ മറ്റുള്ളതും കൂടി ചെയ്തിട്ടുണ്ട്. ശേഷം നമുക്ക് ഇത് ആ ബാറ്ററിലേക്ക് മുക്കി പൊരിക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ കണ്ടല്ലോ, അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തു. അപ്പോൾ കണ്ടല്ലോ, മാവ് കുറച്ച് ലൂസായിട്ടുണ്ട്. നേരത്തെ ആ ഒരു കട്ടി തന്നെ മതിയായിരുന്നു. ഞാൻ അറിയാതെ വെള്ളം ഒരു തുള്ളിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ സാരമില്ല, ഇതുപോലെ മാവ് ഇങ്ങനെ ജസ്റ്റ് വെച്ചതിന് ശേഷം മേലെ ആ നമ്മൾ ഫില്ലിങ് വെച്ച ഭാഗത്ത് ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ബെറ്റർ ആവും. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ആ പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് എടുത്തിട്ടുള്ളൂ. അതിനുശേഷം നമുക്കിത് ഇതിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ മേലേക്ക് ഒന്ന് എണ്ണ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. ഓവർ എണ്ണ വേണ്ട. അപ്പോൾ ഇതിലിത് പഴത്തിൻ്റെ ഉള്ളിലൊക്കെ എണ്ണ വെച്ച് ആകുക. ഈ ഒരു കളറാകുമ്പോൾ നിങ്ങൾക്ക് മറിച്ചിട്ട് കൊടുത്തിട്ട് അപ്പുറത്തെ സൈഡ് മേടിക്കാവുന്നതാണ്. അപ്പോൾ നല്ല സിമ്പിളായിട്ടുള്ള പയനിറവ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഓക്കെ, ബൈ.